പ്രിയപ്പെട്ടവരെ, ഒരു ഗ്ലാസ് വെള്ളം മതി നമ്മുടെ എത്ര വലിയ ആഗ്രഹവും നമുക്ക് നിറവേറ്റിയെടുക്കാം. നമ്മുടെ വീട്ടിലുള്ള ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ ആഗ്രഹവും നിറവേറ്റിയെടുക്കാം. മാത്രമല്ല, നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും, ജീവിതത്തിൽ സമാധാനമുണ്ടാകും, നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാകും, നമ്മുടെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകും, നമ്മുടെ മക്കൾ നല്ല മക്കളാകും, സ്വാലിഹീങ്ങളായ മക്കളാകും. നമ്മുടെ ജീവിതം തന്നെ റാഹത്തുള്ള, ഐശ്വര്യമുള്ള, നമുക്ക് എപ്പോഴും സന്തോഷം നൽകുന്ന ഒരു ജീവിതമാകും. പ്രധാനമായിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റിയെടുക്കാൻ സാധിക്കും. ഞാൻ വെറുതെ പറയുകയല്ല, പരിശുദ്ധമായ ഇസ്ലാമിൽ ഉള്ള ഒരു കാര്യമാണിത്. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു ചിലവുമില്ലാതെ, അധിക സമയമില്ലാതെ, വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് ഈ കാര്യം ചെയ്യാം. അതുകൊണ്ട് എല്ലാവരും ഈ ക്ലാസ് അവസാനം വരെ കാണുക. ഇത് നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു അറിവ് കേൾക്കാൻ ഭാഗ്യം ലഭിക്കുന്നത് പോലെ അത് നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും റബ്ബ് സുബ്ഹാനഹു തആല മാറ്റിത്തരട്ടെ. നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റിത്തരട്ടെ. കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗം റബ്ബ് സുബ്ഹാനഹു തആല കാണിച്ചു തരട്ടെ. ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ വീട്ടിൽ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ എടുക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച, ഇതുവരെ നടക്കാതെ പോയ, ഇനി ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങൾ എഴുതി തള്ളിയ ആഗ്രഹങ്ങൾ പോലും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിറവേറി കിട്ടും. ഞാൻ വെറുതെ പറയുകയല്ല, നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നതിലൂടെ. അതുപോലെ നമുക്കറിയാം, ഇന്ന് സമൂഹത്തിൽ കൂടുതൽ ആളുകളും പ്രയാസപ്പെടുന്ന ഒന്നാണ് കടം എന്നുള്ളത്. നിങ്ങൾ കുന്നോളം കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിലും, കോടിക്കണക്കിന് രൂപ കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ വീട് കിട്ടും ഇൻഷാ അല്ലാഹ്, നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നതിലൂടെ. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നതിലൂടെ പിന്നീട് ദാരിദ്ര്യം നിങ്ങളുടെ 7 അയലത്ത് പോലും വരില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് നൽകും. പണം നിങ്ങൾ പോലും അറിയാത്ത രീതിയിൽ പല മാർഗങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. അത് ഏത് മാർഗത്തിലൂടെ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പോലും ചിന്തിക്കാത്ത പല അവസരങ്ങൾ അല്ലാഹു നമുക്ക് നൽകും. അത് ചിലപ്പോൾ നല്ല ശമ്പളമുള്ള ജോലിയായിരിക്കാം, അല്ലെങ്കിൽ നല്ല നല്ല ബിസിനസ് അവസരങ്ങളായിരിക്കാം. അതായത് നമുക്കൊരു കഴിവും ഇല്ലെങ്കിലും, നമുക്ക് വിദ്യാഭ്യാസമില്ലെങ്കിലും, നമ്മൾ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടും ഒരു കാര്യത്തിലും നമ്മൾ രക്ഷപ്പെടില്ല, വിജയിക്കില്ല, എന്നും ദാരിദ്ര്യമായിരിക്കും, അവൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് പലരും പറഞ്ഞവരാണ് നമ്മളെങ്കിലും, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ കളിയാക്കിയവരും പരിഹസിച്ചവരും നമ്മളെ താഴ്ത്തി കെട്ടിയവരുമെല്ലാം അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ നമുക്ക് ധാരാളം സമ്പത്ത് നൽകും. നമ്മൾ സാമ്പത്തികമായിട്ട് ഉയർന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നതിലൂടെ. അതുപോലെ തന്നെ രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾ ശിഫയാകും. മാത്രമല്ല പിന്നീട് അല്ലാഹു സുബ്ഹാനഹു തആല ചെറുതും വലുതുമായ മാറാ രോഗങ്ങളെ തൊട്ടൊക്കെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കും. അത്രക്കും വലിയ മഹത്വമുള്ള, വലിയ ശ്രേഷ്ഠതയേറിയ, നിങ്ങളിൽ പലരും ഇതുവരെ അറിയാത്ത, കേൾക്കാത്ത ഒരു അറിവാണ് ഇത്. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്ത എല്ലാ അമലും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ അവരുടെ പല പ്രശ്നങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ. സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം നൽകട്ടെ. സാമ്പത്തികമായിട്ട് പ്രയാസം വന്ന് കടങ്ങൾ അധികരിച്ച് ജീവിതത്തിൽ വലിയ പ്രയാസം അനുഭവിക്കുന്ന, കുടുംബത്തിൽ തന്നെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്ന എൻ്റെ സുഹൃത്തായ ഒരു മനുഷ്യൻ, അവൻ ഞാൻ ഇവിടെ അടുത്ത് ഒരു കല്യാണത്തിൽ നിന്നും കാണാൻ ഇടയായി. ആ സമയത്ത് അവനും ഞാനും ഒരുപാട് സംസാരിച്ചു. ആ സംസാരത്തിനിടെ അവൻ്റെ ജീവിതത്തിലെ വലിയ പ്രയാസമായ സാമ്പത്തിക പ്രയാസം അവൻ എന്നോട് പറഞ്ഞു.
അങ്ങനെ ആ സമയത്ത് അവൻ എന്നോട് ചോദിച്ചു, എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ, പരിഹാര മാർഗമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവന് ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു പരിഹാരമായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു പരിഹാര മാർഗം അവന് ഞാൻ പറഞ്ഞു കൊടുത്തതുപോലെ അവൻ ജീവിതത്തിൽ ചെയ്തതുകൊണ്ട് അവനിക്ക് സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും മാറി, അവൻ്റെ കടബാധ്യതകളെല്ലാം മാറി. അവൻ ജീവിതത്തിൽ ഇപ്പോൾ വലിയ സന്തോഷവാനാണ്. അവൻ ഇവിടെ അടുത്ത് എനിക്ക് വിളിച്ചിരുന്നു. കോടിക്കണക്കിന് രൂപ കടങ്ങൾ ഉണ്ടായിരുന്നു, സാമ്പത്തികമായിട്ട് വലിയ പ്രയാസത്തിലായിരുന്നു. എന്നാൽ നിങ്ങൾ പറഞ്ഞു തന്ന ആ കാര്യം ചെയ്തതുകൊണ്ട് എൻ്റെ സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം മാറി, കടങ്ങളെല്ലാം വീടി, ഞാൻ ഇപ്പോൾ വലിയ സന്തോഷവാനാണ് എന്ന് വലിയ റാഹത്തോടു കൂടി, വലിയ സന്തോഷത്തോടു കൂടി അവൻ എന്നെ വിളിച്ചു പറഞ്ഞു. ആ സമയത്ത് എനിക്കും വലിയ സന്തോഷമായി. അതുകൊണ്ട് തന്നെ ആ ഒരു അറിവ് നിങ്ങളിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം മറ്റുള്ളവർക്കും ഇത് ഉപകാരപ്പെട്ടാൽ അതിനുള്ള അർഹമായ പ്രതിഫലം റബ്ബ് സുബ്ഹാനഹു തആല നാളെ എനിക്ക് പരലോകത്തിൽ നിന്ന് നൽകും. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഈ അറിവ് കാരണം നിങ്ങളുടെ ആരെങ്കിലും സാമ്പത്തിക പ്രയാസങ്ങൾ മാറിയാൽ, കടങ്ങൾ വീടിയാൽ, ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ മാറിയാൽ, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ദുആ ചെയ്താൽ ആ ദുആ മതിയായിരിക്കും ചിലപ്പോൾ എനിക്ക് ദുനിയാവിൽ വിജയിക്കാൻ, ആഖിറത്തിൽ രക്ഷപ്പെടാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു അറിവ് നിങ്ങൾക്ക് എത്തിച്ചു തരാൻ ഞാൻ എടുക്കുന്ന സമയം, അതിനെടുക്കുന്ന ബുദ്ധിമുട്ട്, പ്രയാസം, അതിനെല്ലാം ഫലമായി നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ ആ സുഹൃത്തുണ്ടല്ലോ, അവനിക്ക് നല്ല ശമ്പളമുള്ള ജോലിയായിരുന്നു. അങ്ങനെ അവൻ്റെ അടുത്ത് കുറച്ച് പൈസയുണ്ടായിരുന്നു. ആ പൈസയും അവൻ്റെ ഭാര്യയുടെ സ്വർണമെല്ലാം വിറ്റ് പണയത്തിൽ വെച്ചൊക്കെ അവൻ അവിടെ ഒരു ബിസിനസ് തുടങ്ങി. ഗൾഫിൽ ഒരു കച്ചവടം തുടങ്ങി. പിന്നീട് ആ കച്ചവടത്തിൽ ബർക്കത്തില്ലാതെ, അവൻ ഉദ്ദേശിച്ചതുപോലെ കച്ചവടം നടക്കാതെ ആ കച്ചവടം തകർന്നു പോയി. മാത്രമല്ല അവൻ വലിയ വിഷമത്തോടു കൂടി എന്നോട് പറയുകയാണ്, അവൻ തുടങ്ങിയ ബിസിനസ് ഒരു സൂപ്പർ മാർക്കറ്റായിരുന്നു. അതിൽ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അതായത് ഡ്രസ്സ്, ഫാൻസി ഐറ്റം, ഗ്യാരണ്ടി ആഭരണങ്ങൾ, അരി മുതൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളുമുള്ള ഒരു സൂപ്പർ മാർക്കറ്റായിരുന്നു. എന്നാൽ ആ സൂപ്പർ മാർക്കറ്റ് നിൽക്കുന്ന ആ ബിൽഡിങ്ങിൻ്റെ വാടക ഒരുപാട് മാസത്തേത് കൊടുക്കാനുണ്ടായിരുന്നു അറബിക്ക്. മാത്രമല്ല അറബിക്ക് ആ ബിസിനസ്സിൻ്റെ ലാഭത്തിൽ നിന്നും ഒരു വിഹിതം കൊടുക്കാമെന്നുള്ളൊരു കരാറുണ്ടായിരുന്നു. ഇതൊന്നും അറബിക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ അറബിക്ക് വലിയ ദേഷ്യമായിരുന്നു അവനോട്. എന്നാൽ അവൻ അവസാനം ഈ ബിസിനസ് പരാജയപ്പെട്ടു എന്ന് അറബിക്ക് മനസ്സിലായി. അവൻ ആ കച്ചവടം നിർത്തിയപ്പോൾ അറബി അവനോട് പറഞ്ഞു, എനിക്ക് ഒരുപാട് മാസത്തെ വാടക ലഭിക്കാനുണ്ട്, അതുപോലെ ഒരുപാട് മാസത്തെ ലാഭവിഹിതം ലഭിക്കാറുണ്ട്, അതൊന്നും എനിക്ക് നീ തന്നിട്ടില്ല, അതൊക്കെയും ലക്ഷങ്ങളുണ്ട്, അത് നീ നൽകുന്നില്ലെങ്കിൽ ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിലുള്ള എല്ലാ സാധനങ്ങളും പിടിച്ചെടുക്കും, ഞാൻ എടുക്കുമെന്ന് അറബി അവനോട് പറഞ്ഞു. അവൻ്റെ അടുത്താണെങ്കിലോ ഒരു ചില്ലിക്കാശ് പോലുമില്ല, വലിയ കടത്തിലാണ്, ഒരുപാട് കടങ്ങളുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അറബി ഈ വാക്ക് അവനോട് പറയുന്നത്. അങ്ങനെ അവനോട് അറബി ഒരു ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റിനുള്ളിൽ എനിക്ക് നൽകാനുള്ള പണം നീ തരണം എന്ന് പറഞ്ഞു. ആ ഡേറ്റ് കഴിഞ്ഞിട്ടും ഇവനിക്ക് പണം കൊടുക്കാൻ കഴിഞ്ഞില്ല. അവസാനം ആ സൂപ്പർ മാർക്കറ്റിലുള്ള മുഴുവൻ സാധനങ്ങളും ലക്ഷങ്ങൾ വില വരും, അതെല്ലാം ആ അറബി പിടിച്ചെടുത്തു. അങ്ങനെ അവൻ എല്ലാം നഷ്ടപ്പെട്ട് വളരെ വിഷമത്തോടു കൂടി കഴിയുന്ന ഒരു മനുഷ്യനായിരുന്നു. മാത്രമല്ല അവൻ പറയുകയാണ്, അവനിക്ക് സാമ്പത്തികമായിട്ട് നഷ്ടം വന്നപ്പോൾ, കച്ചവടമെല്ലാം തകർന്നപ്പോൾ വീട്ടിലെ ചിലവും കുടുംബത്തിലെ കാര്യങ്ങളും ഒന്നും നോക്കാൻ കഴിഞ്ഞില്ല. വീട്ടിലേക്ക് വിളിക്കുമ്പോഴാണെങ്കിൽ ഭാര്യ ഫോൺ എടുക്കില്ല, ഭാര്യ എന്നോട് സംസാരിക്കില്ല, എൻ്റെ ഫോൺ കട്ട് ചെയ്യും. മാത്രമല്ല അവൻ വളരെ വിഷമത്തോടുകൂടി കണ്ണീരോടുകൂടി എന്നോട് പറയുകയാണ്, വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഭാര്യ എൻ്റെ മുഖത്ത് നോക്കുന്നില്ല, മക്കൾ എന്നോട് സംസാരിക്കുന്നില്ല, അവർക്ക് ഞാൻ വലിയൊരു ബാധ്യതയായതുപോലെ. വീട്ടിലുള്ള മുഴുവൻ ചിലവും കാര്യവും എൻ്റെ അനുജനാണ് നോക്കുന്നത്. എന്നാൽ ഞാൻ അവിടെ ഒന്നുമില്ലാതെ ദരിദ്രനായിക്കൊണ്ട് ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ എൻ്റെ അനുജനും
ഞാനൊരു ഭാരമായി തോന്നിയതുപോലെ. അങ്ങനെ അവൻ പറയുകയാണ്, ഒരുപാട് കടങ്ങളുണ്ട്, കടക്കാരെ പേടിച്ച് പുറത്തിറങ്ങാൻ പോലും പേടിയാണ്, മടിയാണ്, തലയുയർത്തി നടക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല വീട്ടിലാണെങ്കിലോ ഒരു സ്വസ്ഥതയുമില്ല, ആർക്കും എന്നെ വേണ്ട, എല്ലാവർക്കും ഞാനൊരു ഭാരമായതുപോലെ എന്ന് വളരെ വിഷമത്തോടുകൂടി കണ്ണീരോടുകൂടി എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു. അങ്ങനെ അവനിക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു വഴിയാണ് ഇത്. ഈ കാര്യം ചെയ്യുന്നതിലൂടെ അവൻ പറയുകയാണ്, പിന്നീട് അവൻ്റെ സാമ്പത്തിക പ്രയാസം മാറി. ഒരു 3 വർഷം ഞാനിത് പറഞ്ഞു കൊടുത്തു, അവൻ ഈ കാര്യം ചെയ്തു. 3 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എനിക്കവൻ വിളിക്കുന്നത്. ഇത് ചെയ്തതുകൊണ്ട് അവൻ്റെ എല്ലാ സാമ്പത്തിക പ്രയാസവും മാറി. അവൻ ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ്, വലിയ സമാധാനത്തിലാണ് എന്ന്. എന്നാൽ ആ സന്തോഷത്തോടു കൂടി എനിക്ക് വിളിച്ച് എന്നോട് സംസാരിക്കുന്ന സമയത്തും വലിയ സങ്കടത്തോടു കൂടി അവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവനിക്ക് വലിയ സാമ്പത്തിക പ്രയാസം വന്നപ്പോൾ, കടങ്ങൾ വന്നപ്പോൾ, ദാരിദ്ര്യത്തിലായപ്പോൾ, ജീവിതത്തിൽ പരാജയപ്പെട്ടപ്പോൾ എല്ലാത്തിനും ഒരു പ്രതീക്ഷയായി അവൻ്റെ മനസ്സിൽ എപ്പോഴുമുള്ള അവൻ്റെ ഭാര്യയും അവൻ്റെ കുടുംബവും അവനെ ഒഴിവാക്കിയത്, അവനെ തള്ളിപ്പറഞ്ഞത്, അവർക്കൊരു ഭാരമായി തോന്നിയത്, അവൻ അപ്പോഴും ആ കാര്യം, ആ വിഷയം എടുത്ത് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ ഉമ്മമാരെ, സഹോദരിമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരിമാരോടും പറയുകയാണ്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഭർത്താവിന്, നമ്മുടെ ഉപ്പാക്ക്, ഇവർക്കൊക്കെയും സാമ്പത്തിക പ്രയാസങ്ങൾ വരുമ്പോൾ, സാമ്പത്തിക നഷ്ടം വരുമ്പോൾ, മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ അവർക്കൊരു താങ്ങും തണലായി, അവർക്കൊരു പ്രതീക്ഷയായി, അവർക്കൊരു സമാധാനമായി അവർ കാണുന്നത് അവരുടെ ഉമ്മ, അവരുടെ ഭാര്യ, അവരുടെ കുടുംബവുമൊക്കെയാണ്. എന്നാൽ ആ സമയത്ത് നിങ്ങൾ ഒരിക്കലും ഈ സഹോദരന് സംഭവിച്ചതുപോലെ ഒരിക്കലും അവരെ നിങ്ങൾ തള്ളിപ്പറയരുത്, അവരെ നിങ്ങൾ വേദനിപ്പിക്കരുത്. അത് ഭർത്താവാണെങ്കിലും, നമ്മുടെ ഉപ്പയാണെങ്കിലും, നമ്മുടെ മകനാണെങ്കിലും, നമ്മുടെ സഹോദരനാണെങ്കിലും, ആരുമായിക്കോട്ടെ, അവരെ നിങ്ങൾ ഇട്ടേച്ച് പോകാതെ അവർക്കൊരു താങ്ങും തണലായി എന്നും കൂടെ നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവരുടെയും മനസ്സ് നന്നാക്കി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിറവേറിക്കിട്ടാൻ, കടങ്ങൾ വീടിക്കിട്ടാൻ, ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ, നമ്മുടെ വീട്ടിലും കുടുംബത്തിലും ബറക്കത്തുണ്ടാകാൻ, സമ്പത്തിൽ ഐശ്വര്യമുണ്ടാകാൻ, നമ്മുടെ ദുനിയാവിലെ ജീവിതം വിജയിക്കാൻ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ഗ്ലാസ്സിൽ ശുദ്ധമായ വെള്ളമെടുക്കുക. ഗ്ലാസ്സിൽ ആകണമെന്നൊന്നുമില്ല, ഒരു പാത്രത്തിലായാലും മതി. ശുദ്ധമായ വെള്ളം എടുത്ത് അതിലേക്ക് നിങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ പരിശുദ്ധമായ 99 നാമങ്ങളിൽപ്പെട്ട മഹത്വമേറിയ യാ അനിയു യാ അല്ലാ, യാ അനിയു യാ അല്ലാ, ഈ ഇസ്മ നിങ്ങൾ 121 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് ആ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക. അതുപോലെ രണ്ടാമതായി നിങ്ങൾ യാ മുഅനി യാ അല്ലാ, യാ മുഅനി യാ അല്ലാ എന്ന ഈ ഇസ്മ നിങ്ങൾ 121 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ആ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക. ഇനി മൂന്നാമതായിട്ട് യാ ബാസിത്തു യാ അല്ലാ എന്ന ഈ ഇസ്മും നിങ്ങൾ 121 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ആ വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതുക. ഇനി നാലാമതായിട്ട് യാ മാലിക്കൽ മുൽക്കി യാ അല്ലാ, യാ മാലിക്കൽ മുൽക്കി യാ അല്ലാ എന്ന ഈ ഇസ്മും നിങ്ങൾ 121 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ആ വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ഊതുക. ഇനി അഞ്ചാമതായി നിങ്ങൾ യാദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാ, ഈ ഇസ്മും നിങ്ങൾ 121 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് ആ വെള്ളത്തിലേക്ക് മന്ത്രിച്ചോതുക. അപ്പോൾ ഈ പറഞ്ഞ 5 ഇസ്മുകൾ ഏതൊക്കെ? യാ അനിയു യാ അല്ലാ, യാ മുഅനി യാ അല്ലാ, യാ ബാസിത്തു യാ അല്ലാ, യാ മാലിക്കൽ മുൽക്കി യാ അല്ലാ, യാദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാ. ഈ പറഞ്ഞ 5 ഇസ്മുകൾ നിങ്ങൾ 121 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ആ വെള്ളത്തിലേക്ക് മന്ത്രിച്ചോതുക. ഇതിന് ശേഷം നിങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഖുറൈശ്
ലി ഈലാഫി ഖുറൈഷ് എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് നിങ്ങൾ 7 പ്രാവശ്യം ഓതിക്കൊണ്ട് ഈ വെള്ളത്തിലേക്ക് തന്നെ ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചു ഊതുക. അതിനുശേഷം സൂറത്തുൽ കൗസർ, ഈ സൂറത്തും നിങ്ങൾ 7 പ്രാവശ്യം ഓതിക്കൊണ്ട് ഈ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക. അവസാനമായി നിങ്ങൾ ചെയ്യേണ്ടത് സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്ത് ലഖദ് ജാഅക്കും എന്ന് തുടങ്ങുന്ന ഈ 2 ആയത്ത് നിങ്ങൾ 3 പ്രാവശ്യം ഓതിയതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക. ഈ വെള്ളം നിങ്ങൾ ഈ മന്ത്രിച്ച ഈ വെള്ളമുണ്ടല്ലോ, ഈ ഇസ്മുകളും ഈ സൂറത്തൊക്കെ ഓതി മന്ത്രിച്ച ഈ വെള്ളം നിങ്ങൾ ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നിങ്ങൾ കൂടുതൽ വെള്ളം ഒഴിച്ച് ആ വെള്ളം കൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള ഭക്ഷണം പാകം ചെയ്യുക. അതായത് നിങ്ങൾ ചോറ് തയ്യാറാക്കുകയാണെങ്കിലും രാവിലത്തെ ചായ തയ്യാറാക്കുകയാണെങ്കിലും മറ്റ് ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതിലേക്കുമൊക്കെ ആവശ്യമായ വെള്ളം ഇതിൽ നിന്നും എടുക്കുക. അങ്ങനെ നിങ്ങൾ മന്ത്രിച്ച ഈ വെള്ളം കൊണ്ട് തയ്യാറാക്കിയ ഭക്ഷണം നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും കഴിക്കുക. അങ്ങനെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ വീട്ടിൽ പിന്നീട് കടങ്ങൾ ആർക്കും ഉണ്ടാകില്ല. എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടങ്ങളുണ്ടെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു തആല വീട്ടി തരും. മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യമുണ്ടാകും, നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ദാരിദ്ര്യം നിങ്ങളുടെ വീട്ടിൽ പിന്നീട് വരികയേയില്ല. അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ എന്ത് തന്നെ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു തആല അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ നിറവേറ്റിത്തരും. നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് നിറവേറി കിട്ടും. നിങ്ങൾക്ക് എപ്പോഴും സന്തോഷവും സമാധാനവും നല്ല റാഹത്തുള്ള ഒരു ജീവിതമായിരിക്കും. മാത്രമല്ല എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്ത് മുസീബത്തുകളിൽ നിന്നും ശൈത്താനിയത്തിൽ നിന്നും സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും നാക്കേറിൽ നിന്നും എല്ലാ അസൂയാനുക്കളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ കാത്തുരക്ഷിക്കും. നിങ്ങളുടെ സമ്പത്ത് പിന്നീട് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. ആർക്കും തന്നെ നിങ്ങളുടെ സമ്പത്ത് വഞ്ചിക്കാനോ അത് തട്ടിയെടുക്കാനോ അത് നഷ്ടപ്പെടുത്താനോ ഒന്നും തന്നെ കഴിയില്ല. അതോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിൽ ബറക്കത്തുണ്ടാകും. നിങ്ങളുടെ മക്കൾ സ്വാലിഹീങ്ങളാകും, അനുസരണയുള്ള മക്കളാകും. അങ്ങനെ തുടങ്ങിയ ഒരുപാട് നേട്ടങ്ങളാണ് നമ്മുടെ ദുനിയാവിലെ ജീവിതം വിജയിക്കണമെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ ചെയ്തോളൂ. ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി, എന്നാൽ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും രക്ഷപ്പെടും. ഈ വെള്ളം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഭക്ഷണം കഴിക്കുന്നതിലൂടെ. ഇനി നിങ്ങൾക്ക് ഈ മന്ത്രിച്ച വെള്ളം എല്ലാ ദിവസവും ഇതുപോലെ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ കുടിക്കണമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക? മന്ത്രിച്ചെടുത്ത് വെച്ച വെള്ളം തീരാറാകുമ്പോൾ അതിലേക്ക് പുതിയ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ തീരാറാകുന്ന സമയത്ത് ഒരു പാത്രത്തിലേക്ക് അല്പം മാറ്റി വെക്കുക. പിന്നീട് കൊണ്ടുവരുന്ന വെള്ളത്തിലേക്ക് ഈ മന്ത്രിച്ച വെള്ളം നമ്മൾ എടുത്തു വെച്ചതുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നിങ്ങൾക്ക് എല്ലാ ദിവസവും വർഷങ്ങളോളം ഈ രീതിയിൽ നമ്മൾ മന്ത്രിച്ച ഈ വെള്ളമുണ്ടല്ലോ ഒറ്റ പ്രാവശ്യം നമ്മൾ ഈ കാര്യം ചെയ്താൽ മതി. അത് പിന്നീട് ആ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് വർഷങ്ങളോളം നമ്മുടെ വീട്ടിൽ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും നേട്ടങ്ങളും ബറക്കത്തും ലഭിക്കുന്ന രീതിയിൽ നമുക്ക് ഈ വെള്ളം കൊണ്ട് തന്നെ ഭക്ഷണം തയ്യാറാക്കാം, വെള്ളം കുടിക്കാം. അങ്ങനെ നമുക്ക് ഒരുപാട് കാലം നമ്മുടെ മരണം വരെ നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം. ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയം മാത്രം ചിലവഴിച്ചാൽ മതി. എന്നാൽ ആ മന്ത്രിച്ച വെള്ളം കൊണ്ട് തന്നെ അത് നമുക്ക് മാസങ്ങളോളം വർഷങ്ങളോളം നമ്മുടെ ജീവിത അവസാനം വരെ നമുക്ക് ഉപയോഗിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ എല്ലാ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.